ഹലോ, എൻ്റെ കുളത്തിൽ തിര കണ്ടില്ലേ നിങ്ങൾ? കുളമല്ല കേട്ടോ, ചെറിയൊരു പാത്രമാണ്. ഞാൻ മീനുകളെ വളർത്തുന്നൊരു പാത്രം കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളുണ്ടേ. അപ്പോൾ ഈ പായലിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോൾ ഒരു സൈഡ് തൊട്ടപ്പോൾ ഇങ്ങനെ തിര പോലെ ഇളകിട്ടോ. നല്ല ഭംഗിയുണ്ടായി അത് കാണാൻ. അപ്പോൾ ഇത് ഇവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞാൻ. ഇപ്പോൾ പായൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ 2-3 ഇങ്ങനെ മാറ്റിയിട്ട് അവിടേക്ക് തീറ്റ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീനുകൾ അങ്ങോട്ട് വരും കേട്ടോ. അപ്പം വെള്ളത്തിന് കുറച്ച് കളറ് കുറവായതുകൊണ്ട് കുഞ്ഞു മീനുകൾ വേണമല്ലോ, അപ്പം മീനുകളെ കാണാൻ പ്രയാസമായിരിക്കും. ഇവിടെ ഒരു 2-3 സൈസിലുള്ള പായലുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം ഇന്ന്. അപ്പോൾ അതാ മീനുകൾ മെല്ലെ മെല്ലെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ടേ, നമ്മൾ കാണാനിട്ടാണ്. ഇതാണ് വട്ട. ഇങ്ങനത്തെ ഒരു 3-4 വട്ടയിലാണ് കേട്ടോ ഞാൻ മീനിനെ പോറ്റുന്നത്. അപ്പോൾ ഇത് വേറൊന്നാട്ടോ. ഈ വട്ടയിലുള്ള ഇലകൾ പായൽ കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ. മറ്റേൽ കുറച്ചുകൂടി തിങ്ങി ഉണ്ടായതുകൊണ്ട് കുറച്ച് ചെറുതാണേ. നല്ല ചെറുതാണ് കേട്ടോ, കുറച്ചുകൂടി ഭംഗി കാണാൻ. ഇതാ വേറൊരു സൈസ് പായലാട്ടോ. അസോള എന്നാണ് ഇവിടെ മക്കളൊക്കെ പറയുന്നത്. എൻ്റെ ശരിക്കും പേരെന്താണെന്നറിയില്ല. അപ്പോൾ ഇതും ഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുള്ളാകുമ്പം കുറച്ച് ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മീനുകളൊക്കെ ഇത് മുകൾ ഭാഗത്ത് ഇങ്ങനെ പരന്ന് ഫുള്ളായി കിടക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ ഫുള്ളായി കിടക്കുമ്പോൾ മീനുകൾ ചത്തുപോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്കൊരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അതിനെക്കാട്ടിയും കുഞ്ഞൊരു ഇലയാണേ. ഇതൊരു തേക്ക് മരത്തിൻ്റെ താഴത്തായിട്ടാണ് ഈ വട്ടകളൊക്കെ ഞാൻ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇല വീണിട്ട് അതിൻ്റെ ഇല ഈ വെള്ളത്തിൽ വീണെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മീനിന് തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളെ വീട്ടിലൊക്കെ അതേപോലെ മീനുണ്ടോ, പായലുണ്ടോ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയണേ കമൻ്റായിട്ട്. ഓക്കെ, ബൈ.